ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. ഒരുപാട് ദിവസങ്ങളായിട്ട് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നതാണ് പുതിയ എയർ ഡ്രോപ്സ് ഒന്നും വരുന്നില്ല ബ്രോ, പുതിയ ടെസ്റ്റ് നെറ്റുകളൊന്നും ഇല്ല ബ്രോ എന്നുള്ള കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒന്നല്ല രണ്ടല്ല 3 പുതിയ ടെസ്റ്റ് നെറ്റുകളുമായിട്ടാണ്, അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് ഫാമിംഗ് പ്രൊജക്റ്റുകളുമായിട്ടാണ്. ഈ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ഞാൻ പറയാൻ പോകുന്ന 2 പ്രൊജക്റ്റുകൾ ഓൾറെഡി ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തതാണ്. പുതിയൊരു പ്രൊജക്റ്റും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിൽ ഷെയർ ചെയ്തതിൻ്റെ ഒരു ഗൈഡും കൂടെ കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലേറ്റ് ആക്കാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കൃത്യസമയത്ത് ലഭിക്കുക. കൃത്യസമയത്ത് ലഭിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലൊന്ന് ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക, കാരണം അവിടെയാണ് ഈ പ്രൊജക്റ്റുകളുടെ എല്ലാം തന്നെ അപ്ഡേറ്റ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കൃത്യസമയത്ത് അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ലിങ്കുകളും ഈ വീഡിയോയിൽ പറയുന്ന പ്രൊജക്റ്റുകളുടെയും ടെലഗ്രാം ചാനലിൻ്റെയും എല്ലാ ലിങ്കുകളും ഈ വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പറഞ്ഞ് ലേറ്റ് ആക്കുന്നില്ല. ആദ്യം തന്നെ ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്യാത്ത പുതിയ പ്രൊജക്റ്റിലേക്ക് പോകാം. അതെന്ന് പറഞ്ഞാൽ Zama AI ആണ്. ഓക്കെ, അപ്പോൾ Zama AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യൽ ആപ്പുകളെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ്. ഓക്കെ, ഏതൊരു ലെയർ 1 അല്ലെങ്കിൽ ലെയർ 2 പുറത്തോ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ FH എൻക്രിപ്ഷൻ ആണ് Zama AIയിലൂടെ ബിൽഡ് ചെയ്യുന്ന ആപ്പുകളിൽ യൂസ് ചെയ്യപ്പെടുക. ഓക്കെ, ഞാൻ അതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞു പോകുന്നില്ല, കാരണം അധികം ആൾക്കാർക്കും അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അതൊന്നും പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും എൻക്രിപ്ഷൻ, ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ആപ്പുകൾ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടോക്കോൾ മാത്രമാണ് Zama AI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ലെയർ 1ലും ലെയർ 2യുടെയും പുറത്താണ് എല്ലാ ആപ്പുകളും ബിൽഡ് ചെയ്യപ്പെടുക. ഓക്കെ, അതുപോലെ തന്നെ FHനെ ഈസിലി ആക്സസിബിൾ ആക്കുക എന്നൊരു എയിമാണ് ഈ ഒരു Zama AI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫണ്ടിങ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ $130 മില്യൺ നിലവിലെ ഫണ്ടിങ്. എയർ ഡ്രോപ്പ് കൺഫേംഡ് തന്നെയാണ്. ഈ ഒരു ഇയർ എൻഡ് കൂടെ, അതായത് 2025 അവസാനത്തോട് കൂടിയായിരിക്കും ഈ പ്രൊജക്റ്റിൻ്റെ TG, അതായത് ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരിക. വീണ്ടും ഞാൻ പറയുന്നു, ഏതൊരു എയർ ഡ്രോപ്പ് ആയാലും നമുക്ക് ഇത്രത്തോളം എമൗണ്ട്, എനിക്ക് എത്ര എമൗണ്ട് കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്ത് ആരും വർക്ക് ചെയ്യാതിരിക്കുക. കാരണം എയർ ഡ്രോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഗ്യാരണ്ടീഡ് ഇൻകം സോഴ്സ് അല്ല. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല എയർ ഡ്രോപ്പ് കിട്ടിയേക്കാം, ചിലപ്പോൾ അത് എലിജിബിലിറ്റി പോലും ഉണ്ടാവില്ല എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് ചെയ്യാനുള്ളത് നല്ല എയർ ഡ്രോപ്പുകളെല്ലാം യൂസ് കേസും ഫണ്ടിങ് ഉള്ള എല്ലാ പ്രൊജക്റ്റുകളും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. അല്ലാതെ ഈ ഒരു പ്രൊജക്റ്റിന് ഇത്ര കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊജക്റ്റ് നമ്മളെ ഇന്നെലിജിബിൾ ആക്കുന്ന സമയത്ത് സ്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നിലവിൽ Zama AIയിൽ ചെയ്യാനുള്ള 2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ടെസ്റ്റ് നെറ്റിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ 2 ഗിൽഡിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് നെറ്റിൽ ഇത് നിലവിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ പോസ്ഡ് ആണ്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലോഡ് ആയത് കാരണം ഇവർ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിലവിൽ നിങ്ങൾക്ക് ടെസ്റ്റ് നെറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, ഗിൽഡിലാണ് ജോയിൻ ചെയ്യാൻ പറ്റുക. ടെസ്റ്റ് നെറ്റ് എനേബിൾ ആവുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ ടെലഗ്രാമിൽ ഇൻഫോം ചെയ്യാം. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഈ ഒരു പേജിൽ ഈ ഒരു ലിങ്കുകളെല്ലാം നിങ്ങൾക്ക് ടെലഗ്രാമിലും കിട്ടും, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ഓക്കെ, ഇവിടെ വരിക, കണക്ട് വാലറ്റ് കൊടുക്കുക, നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഉടനെ നമുക്ക് റീഎനേബിൾ ആവുന്നതാണ്. ആ സമയത്ത് ഞാൻ ടെലഗ്രാമിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ചെയ്യാനുള്ളത് ഗിൽഡിൽ ജോയിൻ ചെയ്യാമെന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് Zama AIയുടെ ഗിൽഡിലേക്ക് വരിക, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് guild.xyz/Zama എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് കിട്ടും. അതിന് ശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ വാലറ്റ് വെച്ച് സൈൻ ചെയ്യാൻ പറ്റും. ഞാനിവിടെ OKX വാലറ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതൊരു വാലറ്റും യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ജോയിൻ ഗിൽഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വാലറ്റ് ഓൾറെഡി കണക്റ്റഡ് ആണ്. നമുക്കിനി ഡിസ്കോഡ്, ഗിറ്റബ്, ക്യാപ്ച, എക്സ്, അതുപോലെ തന്നെ മെയിൽ ID ഇത്രയും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ക്യാപ്ച കംപ്ലീറ്റ് ചെയ്യാം, കംപ്ലീറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എല്ലാ അക്കൗണ്ട്സും കണക്ട് ചെയ്തിട്ടുണ്ട്. ഗിറ്റബ്, ഡിസ്കോഡ്, അതുപോലെ തന്നെ എക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. മെയിലും കണക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ ചെക്ക് ആക്സസ് കൊടുക്കുക. ഞാൻ ഓൾറെഡി കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് റീചെക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ചെക്കാണ് ഉണ്ടാവുക, ചെക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സക്സസ്ഫുള്ളി ഗിൽഡ് ജോയിൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ മിൻറ്റ് ഗിൽഡ് പിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു മിൻറ്റ് ചെയ്യാനുള്ള ഒരു NFT ആണ് നമുക്കിവിടെ കിട്ടുക. ഇവിടെ ഫീ ആയിട്ട് വരുന്നത്, ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഫ്രീ ആണ്. മിൻറ്റിങ് ഫീ ആയിട്ട് വരുന്നത് 0.00075 ഇതേറിയം പ്ലസ് ഒരു ഗ്യാസ് ഫീ ഉണ്ടാവും. ഗ്യാസ് ഫീ ഇത്ര നമുക്കിപ്പോൾ കാണാം. മിൻറ്റ് NFT കൊടുക്കുക. സ്വിച്ച് നിങ്ങളെ നെറ്റ്വർക്ക് വേറെ ആണെങ്കിൽ സ്വിച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും, അത് കൊടുത്താൽ നെറ്റ്വർക്ക് മാറും. ഓക്കെ, ബേസ് നെറ്റ്വർക്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു NFT മിൻറ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഫീ വളരെ കുറവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്യാസ് ഫീ ആയിട്ട് വരുന്നത് $0.002 ആണ്. ഓക്കെ, ഇതേറിയില്ല, ഡോളേഴ്സാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ കൺഫേം കൊടുക്കുകയാണ്. നമുക്ക് ടോട്ടലി ചിലവ് വരുന്നത് $2 ഇവിടെ നിലവിൽ കാണുന്നത്. ഓക്കെ, ഈ 0.00075 ഇതേറിയത്തിന് $2.22 ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾ കാണണം ആദ്യം. ഓക്കെ, ആ ഒരു എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മിൻറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ എമൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ കൺഫേം കൊടുക്കുകയാണ്, മിൻറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം എടുത്തു പറയട്ടെ, ഈ ഒരു എയർ ഡ്രോപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഇത്ര ഫിക്സഡ് എമൗണ്ട് നിങ്ങൾ വിചാരിക്കരുത്. ചിലപ്പോൾ ഈ മിൻറ്റിങ് ഫീ പോലും തിരിച്ച് കിട്ടണം എന്നില്ല. ഓക്കെ,
അതെപ്പോഴും മനസ്സിൽ വെക്കുക. മിൻറ്റ് ചെയ്തതിന് ശേഷം ഈ മിൻറ്റ് ചെയ്ത $2 പോലും ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല, എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടണം എന്നില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം എപ്പോഴും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായാലും നമ്മുടെ അസറ്റ് ആഡ് ആയിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ആ മിൻറ്റിങ് സക്സസ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഓപ്ഷണലാണ്, എമൗണ്ട് ഉള്ളവർ മാത്രം ചെയ്യുക. ഓക്കെ, എയർ ഡ്രോപ്പ് വരുമ്പോൾ എലിജിബിലിറ്റി ഇല്ലെങ്കിൽ ഈ എമൗണ്ട് അടക്കം പോകും. ആ കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു പേജ് ജസ്റ്റ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ കാണാൻ പറ്റും വെരിഫൈഡ് ഇമെയിൽ അഡ്രസ് ഉണ്ട്, അതുപോലെ തന്നെ കംപ്ലീറ്റഡ് ക്യാപ്ച. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി. അത് നമ്മൾ ചെയ്യേണ്ടത് ഡിസ്കോഡിൽ ഇനി ഈ റോൾ ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഗോ ടു സെർവർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്താൽ ഈ സെർവറിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ റോൾ ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. സെർവറിൽ ജോയിൻ ചെയ്യുമ്പോൾ ഡിസ്കോഡ് ഓപ്പൺ ആവും. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്യാപ്ച എന്ന് പറയുന്ന ഈ ഒരു ചാനലിലേക്ക് വരിക. അതിനുശേഷം വെരിഫൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്യാപ്ച ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം റോൾസ് എന്ന് പറയുന്ന ഈ ഒരു പേജിലേക്ക് വരിക, അല്ലെങ്കിൽ ഈ ഒരു ചാനലിലേക്ക് വരിക. അതിനുശേഷം വെരിഫൈ യുവർ റോൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണാൻ പറ്റും നമ്മുടെ കയ്യിലുള്ളത് ഗിൽഡ് കണക്റ്റഡ് എന്ന് പറയുന്ന ഒരു റോൾ മാത്രമാണ് നമുക്ക് നിലവിൽ ഉള്ളത്. അതിന് രണ്ടാമത്തെ ടാസ്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എക്സ്, ടെലഗ്രാമും, ഫാർകാസ്റ്റർ, റെഡിറ്റ് ഇത്രയും സ്ഥലങ്ങളിൽ ഇവരെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എനി ഓഫ് 3 ഈ ടാസ്കുകൾ 4 ടാസ്കിൽ നമുക്ക് 3 കംപ്ലീറ്റ് ചെയ്താൽ മതി. ഈ 4 ടാസ്കുകളിൽ ഏതെങ്കിലും 3 കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ടെലഗ്രാം, അതുപോലെ തന്നെ എക്സ്, റെഡിറ്റ് ഈ 3 കാരണം ഫാർകാസ്റ്റർ അക്കൗണ്ട് പലർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു അക്കൗണ്ട് എടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവും. പക്ഷേ കണക്ഷൻ ചില സമയത്ത് വർക്കാവാത്തതുകൊണ്ടാണ് ഞാൻ ഈ 3 ടാസ്കുകളും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 ഞാൻ ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള 3 ടാസ്കുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലഗ്രാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക, ട്വിറ്ററിൽ പോയിട്ടൊന്ന് ഫോളോ ചെയ്യണം. കാരണം നമ്മുടെ എക്സ് അക്കൗണ്ട് ഇവിടെ കണക്റ്റഡ് ആണ്, അപ്പോൾ അവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ റെഡിറ്റിൻ്റെ ഈ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക. ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്ന ഒരു ടിക്ക് മാർക്ക് കൂടെ വരും. ഓക്കെ, അപ്പോൾ ഈ 4 ടാസ്കുകൾ ഏതെങ്കിലും 3 ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ആക്സസ് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് 3ാമത്തെ ടാസ്ക്കാണ്. ഓക്കെ, കമ്മ്യൂണിറ്റി പ്രോഗ്രാം ബീറ്റ ടെസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു 3ാമത്തെ ടാസ്ക്കാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യത്തെ ടാസ്ക് 110K, അതായത് 1,10,000 ആളുകൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നോക്കുമ്പോൾ 61,000 ആളെ ചെയ്തിട്ടുള്ളൂ. മൂന്നാമത് നോക്കുമ്പോൾ 17,000 ആൾക്കാർ മാത്രമേ ഉള്ളൂ നിലവിൽ. ഓക്കെ, ഏകദേശം 7 ദിവസം, ഒരാഴ്ചയായി ഈ ഒരു ഗിൽഡ് സ്റ്റാർട്ടായിട്ട്. ഒരാഴ്ച കൊണ്ടും 17,000 ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം എന്താണ്, ഇവിടെ നമുക്ക് ഈ ഒരു ഗിൽഡിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് 0.1 ഇതേറിയം നിങ്ങൾ ഹോൾഡ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ വാലറ്റിൽ. ഓക്കെ, ഇവിടെ ഡെപ്പോസിറ്റോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ള വാലറ്റിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 3 ട്രാൻസാക്ഷൻ ഇതേറിയം മെയിനെറ്റിൽ ഉണ്ടാവണം. ഓക്കെ, ഇതിലുള്ള ഏതെങ്കിലും 2 കംപ്ലീറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ 250 USDC നിങ്ങളുടെ വാലറ്റിൽ ഹോൾഡ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഇതേറിയം മെയിനെറ്റിൽ നിങ്ങൾക്ക് 3 ട്രാൻസാക്ഷൻ ഉണ്ടാവുകയും വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി 3 ട്രാൻസാക്ഷൻ എൻ്റെ വാലറ്റിലുണ്ട്, അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്കിതിൽ ഏതെങ്കിലും 0.1 ഇതേറിയം ഒന്നെങ്കിൽ ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ 250 USDC നിങ്ങളുടെ വാലറ്റിൽ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അധികം ആളുകൾക്കും എന്ത് പറ്റാത്തത്, ഈ ഒരു ടാസ്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതും. ഇവിടെ 17K, അതായത് 17,000 ആൾക്കാർ മാത്രം ജോയിൻ ചെയ്തിട്ടുള്ളതും. ഓക്കെ, ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ വാലറ്റിൽ എന്തില്ല, 250 USDCയും ഇല്ല, 0.1 ഇതേറിയോ ഇല്ല. ഓക്കെ, അത് മെയിനെറ്റിലാണ് കേട്ടോ വേണ്ടത്. ഇവിടെ കാണാൻ പറ്റും മെയിനെറ്റ്, ഇതേറിയം മെയിനെറ്റിലാണ് നിങ്ങൾക്ക് 0.1 ഇതേറിയം വേണ്ടത്. എൻ്റെ ഇപ്പോൾ ബേസ് നെറ്റ്വർക്കാണ് കിടക്കുന്നത്. ബേസ് നെറ്റ്വർക്കിലല്ല വേണ്ടത്, ഇതേറിയം മെയിനെറ്റിലാണ്. ഓക്കെ, 0.1 ഇതേറിയം വേണം, അല്ലെങ്കിൽ 250 USDC വേണം. അപ്പോൾ ഏതാണ് ലാഭം നോക്കിയിട്ട് നമുക്ക് ഡെപ്പോസിറ്റിനോടൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വാലറ്റിൽ എമൗണ്ട് ഒന്നും ഇടാത്തത്. ഓക്കെ, $0.6 മാത്രമാണ് എൻ്റെ വാലറ്റിൽ നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ നിലവിൽ നമുക്ക് 0.1 ഇതേറിയം എക്സ്ചേഞ്ച് എന്ന് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ $296 തൊട്ട് $300 വരെയാണ് 0.1 ഇതേറിയത്തിൻ്റെ പ്രൈസ്. കാരണം ഇതേറിയം ഇപ്പോൾ നല്ല രീതിക്ക് എൻ്റെ സെർച്ച് ചെയ്തിട്ടുണ്ട്, ഏകദേശം $3,000 ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ $3,000 ആവുന്ന സമയത്ത് നിങ്ങൾ ഇതേറിയം പർച്ചേസ് ചെയ്യണമെങ്കിൽ 0.1 ഇതേറിയത്തിന് എന്ത് വേണം, നിങ്ങളുടെ കയ്യിൽ $300 എങ്കിലും വേണം. അപ്പോൾ ഏറ്റവും ലാഭം എന്ന് പറഞ്ഞാൽ 250 USDC ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 250 USDC എൻ്റെ വാലറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ടാസ്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആവും. നിങ്ങൾക്കിത് ഇല്ല, ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇത്ര എമൗണ്ട് ഇല്ല എന്ന് വിചാരിക്കുക, ഇത് കംപ്ലീറ്റ് ആയിട്ട് ലീവ് ചെയ്യാതിരിക്കുക. ടെസ്റ്റ് നെറ്റ് ഇപ്പോൾ പോസ്റ്റാണ്, ഞാൻ നേരത്തെ കാണിച്ചല്ലോ, പോസ്റ്റ് ആക്കിയിരിക്കുകയാണ്, റെസ്യൂം ആവും ഉടനെ തന്നെ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക, ഫ്രീ ആണ്. ഞാൻ കാണിച്ച പോലെ തന്നെ സ്വാപ്പ് കാര്യങ്ങളെല്ലാം സെഫോയിൽ ഇതേറും വെച്ച് ചെയ്യുക. പിന്നെ ഈ ഒരു 2 ടാസ്കുകളും, ഓക്കെ, ഈ 2 ഫ്രീ ആണല്ലോ, ഈ 2 കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ബാക്കി ടെസ്റ്റ് നെറ്റ് വരുന്ന സമയത്ത്, ഇപ്പോൾ പോസ്റ്റാണ്, പോസ്റ്റ് റെസ്യൂം ആവുന്ന സമയത്ത് ഞാൻ ടെലഗ്രാമിൽ ഇൻഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് നെറ്റിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക. സെഫോയിൽ ഇതുവരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫോസറ്റിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ആ ഒരു ഗൈഡ് വേണമെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന സമയത്ത് ഞാൻ ടെലഗ്രാമിലൊന്ന് വീഡിയോ ആയിട്ട് ഇടാം, വേണ്ടവർക്ക് അവിടെ നിന്ന് കാണാം. ഓക്കെ, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഇതില്ല എന്ന് വെച്ചുകൊണ്ട് മുഴുവനായിട്ട് സമയമായി മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ എമൗണ്ട് റിഫ്രഷ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ തന്നെ എൻ്റെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇവിടെ ചെക്കിംഗ് ആണ്, ചെക്ക് ആവുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും.
അപ്പോൾ അത്രയാണ് ചെയ്യാനുള്ളത്. നമുക്ക് കാണാൻ പറ്റും ഈ 3 എണ്ണം നമ്മളിപ്പോൾ നിലവിൽ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ക്രിയേറ്റേഴ്സിന് കൂടുതൽ എമൗണ്ട് പോവും അങ്ങനെയൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ റെഫറൽസോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എത്ര വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുക. റെഫറൽസോ കാര്യങ്ങളൊന്നും നിലവിൽ ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ വ്യൂ പേജ് കൊടുക്കുക ആദ്യത്തെ ടാസ്ക്. അപ്പോൾ അത് തന്നെ പറയുന്നത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വായിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, വിസിറ്റ് സൈറ്റ് കൊടുക്കുക, അതിനുശേഷം ബാക്ക് വരിക. ഓക്കെ, 6 മിനിറ്റ് വായിക്കണം എന്നാണുള്ളത്. ചിലപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇത് റിഫ്രഷ് ആവുക. ആ ഒരു കാര്യം നോക്കണം. ചിലപ്പോൾ പെട്ടെന്ന് ആവണമെന്നില്ല, ചിലപ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും. ഓക്കെ, അതുപോലെ നമുക്ക് രണ്ടാമത് 2 ടാസ്കുകളോട് ചെയ്യാനുണ്ട്. ഇത് റീഡ് ചെയ്യണം 6 മിനിറ്റ് ഉള്ളത്. അപ്പോൾ കണ്ടോ, അത് കംപ്ലീറ്റ് ആയി. 6 മിനിറ്റ് ഒന്നും ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ആ സൈറ്റിലേക്ക് പോയി ബാക്ക് വന്നു. ഇത് കംപ്ലീറ്റ് ആയി. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ബീറ്റ പ്രോഗ്രാമിൽ നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കമ്മ്യൂണിറ്റി പ്രോഗ്രാം ഏതായിരുന്നു? നമ്മൾ നേരത്തെ ചെയ്ത 3ാമത്തെ ടാസ്ക്. ഓക്കെ, ഈ എമൗണ്ട് ഹോൾഡ് ചെയ്യേണ്ട ടാസ്ക്, അതാണ് കമ്മ്യൂണിറ്റി ബീറ്റ ടെസ്റ്റർ. ആ റോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഓരോ ടാസ്കുകളും മുകളിൽ നിന്ന് താഴത്തേക്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഈ ടാസ്ക് ചെയ്താൽ മാത്രമാണ് അടുത്തത് ചെയ്യാൻ പറ്റുക, ഇത് ചെയ്താൽ മാത്രമാണ് അടുത്തത് ചെയ്യാൻ പറ്റുക. അങ്ങനെ വരുന്നുണ്ട് താഴത്തേക്ക് വരും തോറും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ ചെയ്യാനുള്ളത്. ആ ബീറ്റ റോൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം ചെയ്തു പോകാം. എമൗണ്ട് ഉണ്ടെങ്കിൽ, ഇല്ലാത്തവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക. ബാക്കിയുള്ളത് തൽക്കാലത്തേക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പം കാണാൻ പറ്റും ഇവിടെ 1ാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് 2ാമത്തെ ചെയ്യാൻ പറ്റുക. പിന്നെ ഒരു വീഡിയോ കാണാനാണുള്ളത്, അതും ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക, യൂട്യൂബിലേക്ക് പോകും. ഞാനിവിടെ അത് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും എനിക്കിപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 മിനിറ്റോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അടുത്തായിട്ട് പറയുന്നത് എന്താണ്, 2 എണ്ണം. 2ാമത്തത് കംപ്ലീറ്റ് ചെയ്യണം. നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു, അതിവിടെ നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത വീഡിയോ കാണാനാണ്. അതും ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്നു, വിസിറ്റ് സൈറ്റ് അടിക്കുന്നു, നേരെ അത് ക്ലോസ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഇതും ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഇപ്പോൾ തന്നെ നിലവിൽ കംപ്ലീറ്റ് ആവുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ കാണണം എന്നുള്ളതാണ് നമുക്ക് 4ാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. അത് കാണാൻ പറ്റും 3ാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് തന്നെ നമുക്ക് 3 ഇവിടെ ടിക്കായിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ കാണുക എന്നുള്ളതാണ്. വിസിറ്റ് സൈറ്റ് കൊടുക്കുക, ബാക്ക് അടിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കാണാം കേട്ടോ. എന്താണിത്, എന്താണ് ഈ FHE, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. കൃത്യമായിട്ട് സമയമുള്ളവരെ ചെയ്യാൻ. ഞാനിപ്പോൾ വീഡിയോ പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവർക്ക് തീർച്ചയായിട്ടും എഡ്യൂക്കേഷണൽ വീഡിയോസ് തന്നെയാണ് മാക്സിമം കാണാൻ ശ്രമിക്കുക. ഓക്കെ, എന്താണ് പ്രൊജക്റ്റ് എന്നൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് റീപോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ് ആവാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ എക്സ് ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് കംപ്ലീറ്റ് ആവും. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. കാണാൻ പറ്റും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവസാനത്തെ ടാസ്ക്കാണ്. ഇവിടെ വന്നാൽ കാണാൻ പറ്റും ഈ 1 തൊട്ട് 4 വരെയുള്ള ടാസ്കുകൾ, 5 വരെയുള്ള ടാസ്കുകൾ മുഴുവനും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ടാസ്കുകളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ബൗണ്ടി പ്രോഗ്രാമാണ്. വ്യൂ പേജ് കൊടുക്കുക. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗിറ്റ്ഹബിൽ ഇവരുടെ റെപ്പോസിറ്ററിയിൽ ഒരു സ്റ്റാർ ഇടുക എന്നുള്ളതാണ്. നമുക്ക് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബീറ്റ ടെസ്റ്റർ റോൾ വേണം. നമ്മൾ ഓൾറെഡി അത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അത് കമ്മ്യൂണിറ്റി ബീറ്റ ടെസ്റ്റർ റോൾ ഓർമ്മ ഉണ്ടല്ലോ, നേരത്തെ 0.1 ഇതുവരെയും ഹോൾഡ് ചെയ്യുന്ന ടാസ്ക് ആണ്. ചെയ്തവർക്കാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവരുടെ റെപ്പോസിറ്ററിയിലേക്ക് പോവുക. അതിനുശേഷം ഇവരുടെ റെപ്പോസിറ്ററിയിൽ ഗിറ്റ്ഹബിൽ ജസ്റ്റ് ഒരു സ്റ്റാർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഓൾറെഡി ഗിറ്റബ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സ്റ്റാർ കൊടുത്തോ ഇല്ല എന്നുള്ളവർക്ക് അറിയാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും ഗിറ്റബിൽ ഏറ്റവും മുകളിൽ സ്റ്റാർ കാണാം. നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം സ്റ്റാർ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് സ്റ്റാർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു റെപ്പോസിറ്ററി സ്റ്റാർ ആവുന്ന ടാസ്ക് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അവിടെ റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റെപ്പോസിറ്ററി സ്റ്റാർ ഇട്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ എല്ലാം കംപ്ലീറ്റ് ആവുന്നുണ്ട്. നോർമൽ ടെസ്റ്റ്നെറ്റുകളെ പോലെ ലാഗൊന്നുമില്ല. കാരണം ഇതെല്ലാം വെബ് ബേസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് അല്ല. ടെസ്റ്റ്നെറ്റ് ആകുമ്പോൾ നമുക്ക് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയതുകൊണ്ടാണ് ഒരുപാട് സമയം എടുക്കുന്നത്. ഇത് ഗിൽഡാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടെസ്റ്റ്നെറ്റ് ഇപ്പോൾ നിലവിൽ പോസ്ഡ് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞല്ലോ അത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടാസ്കും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഇനി ബാക്ക് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബൗണ്ടി പ്രോഗ്രാമും ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തായിട്ട് ക്രിയേറ്റർ പ്രോഗ്രാമാണ്. ഇത് വ്യൂ പേജ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരുപാട് ടാസ്കുകൾ പറയുന്നുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ആദ്യത്തെ ടാസ്കുകൾ 2 നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇതിനു മുൻപ് ചെയ്ത ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തു. 3ാമത്തതും FHE ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇത് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് റീഡ് ചെയ്യാൻ എന്ത് ചെയ്യുക, വിസിറ്റ് സൈറ്റ് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഒരു 2-3 സെക്കൻഡ് കഴിയുന്ന സമയത്ത് ഈ ഒരു ടാസ്കും കൂടെ കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ഈ കംപ്ലീറ്റ് ചെയ്ത നിലവിൽ ഓർഡർ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ ഇത് മാത്രമാണ് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ മുൻപ് ചെയ്ത ടാസ്കുകളിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഇതെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ക്രിയേറ്റർ പ്രോഗ്രാം റോള് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കോഡിൽ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ടാസ്ക് കഴിയുമ്പോൾ നമുക്ക് ഓരോ റോൾ കിട്ടും. ഗോ ടു സെർവർ കൊടുക്കുക. നേരത്തെ പോലെ തന്നെ ഡിസ്കോഡിലേക്ക് വരും. ഇവിടെ നമുക്ക് വെരിഫൈ യുവർ റോൾ എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റിഫ്രഷ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റോളും ഇവിടെ കിട്ടിയതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, എന്നാലും വെയിറ്റ് ചെയ്യുക. ഈ ഒരു ബോട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്
ഗിൽഡ് കണക്റ്റഡ് എന്ന് പറയുന്ന റോള് മാത്രമാണ് ഇപ്പോൾ കാണാൻ പറ്റും. ക്രിയേറ്റർ പ്രോഗ്രാം ആക്സസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 റോളുകൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇതുപോലെ ഓരോ ടാസ്കുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസിലി ഓരോ റോളുകൾ കിട്ടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ റോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ റോൾ കിട്ടാൻ കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കോഡ് കണക്റ്റഡ് ആണ്. നമ്മൾ ചെയ്യുന്ന ടാസ്കുകളെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഡിസ്കോഡിലേക്ക് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. നമ്മൾ അവിടെ പോയി ഓരോ പ്രാവശ്യം ക്ലെയിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ്. നമുക്കൊരു മീം ക്രിയേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മീംസ് ഉണ്ടാക്കാൻ അറിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെമ പ്രോഗ്രാം, ഈ ഒരു ക്രിയേറ്റർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം മീം ആർട്ടിസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മീംസ് സബ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റോൾ ക്ലെയിം ചെയ്യാനും പറ്റും. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് മീംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ ഞാനതിൽ ജോയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മീംസ് ഉണ്ടാക്കാനുള്ള അത്യാവശ്യം കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റി മീമുകൾ ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ കയറുക, നിങ്ങളുടെ മീം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ 2 ടാസ്കുകൾ കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഈ ഒരു റോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അതുപോലെ തന്നെ 40 പോയിൻറ്റും ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ജൂലൈ മാസത്തിൽ 40 പോയിൻ്റ് ഉണ്ട്. ജൂലൈ മാസം കഴിഞ്ഞാൽ അടുത്തായിട്ട് റിഫ്രഷ് ആകുമ്പോൾ അടുത്ത മന്തിൻ്റെ പോയിൻറ്റും കിട്ടും. നിങ്ങളുടെ എക്സിലൊക്കെ പോസ്റ്റ് ചെയ്യുക മീംസ്. എന്നിട്ട് എന്ത് ചെയ്യുക, എന്തിനെ പറ്റി, വെറുതെ മീംസ് അല്ല, ഈ സമയനെ പറ്റിയുള്ള മീംസ് എന്താണ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണാൻ പറ്റും ഇത് 0 ആൾക്കാരാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. നിലവിൽ അത് വെരിഫൈ ചെയ്ത് ഇവിടെ ആഡ് ആക്കിയിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, അതാണ് മീം റോള്. ഓക്കെ, ക്രിയേറ്റർ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ ത്രെഡ് ക്രാഫ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതും സെയിം പ്രോഗ്രാമാണ്. നമ്മൾ എക്സിലൊക്കെ ത്രെഡ് എഴുതുക എന്ന് വെച്ചാൽ സമേനെ പറ്റിയുള്ള ത്രെഡുകൾ എഴുതിയതിന് ശേഷം നേരത്തെ കാണിച്ച പോലെ തന്നെ ഫോമിൽ നിങ്ങളുടെ ആ ഒരു ലിങ്ക്, എക്സിൻ്റെ ത്രെഡിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം ജൂലൈ മാസത്തെ 80 പോയിൻറ്റ് നിങ്ങളുടെ ഈ ഒരു സമയത്തിലേക്ക് ആഡ് ആക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്കോഡിൽ ഈ ഒരു ക്രിയേറ്റർ പ്രോഗ്രാമിൻ്റെ റോളും കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ഷെയറർ എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. ഇതും സെയിം നേരത്തെ പോലെ തന്നെ നമ്മളിപ്പോൾ വീഡിയോ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യാണല്ലോ, എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ സമേനെ പറ്റിയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നതിന് ശേഷം എൻ്റെ യൂട്യൂബ് വീഡിയോ ഞാനവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും. ഇവിടെ 0 കാണിക്കുന്നത് നോക്കണ്ട, ഇവർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരാഴ്ച ഓരോ മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു വെരിഫൈ ചെയ്യുക. എന്നിട്ട് ഈ ഒരു പോയിൻറ്റ് 150 പോയിൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്തത് ഓൺലൈൻ മീറ്റപ്പ് ഓർഗനൈസറാണ്. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി വേണം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 ആളിൽ കൂടുതലുള്ള ഒരു ട്വിറ്റർ സ്പേസ് ഒക്കെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, 30 മിനിറ്റ് കൂടുതലുള്ള ഒരു സ്പേസ് ഹോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനും 150 പോയിൻറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈസിലി ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളെല്ലാം ചെയ്തു പോകാൻ ഈ IRL മീറ്റപ്പ് ഓർഗനൈസർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടാസ്കുകൾ കാണാൻ പറ്റും. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ വരുന്ന ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് ഈ ഒരു റോളും ഇവിടെ പോയി ക്ലെയിം ചെയ്യാവുന്നതാണ്. അത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആകെ ഞാൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റാത്തത്, എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തത് ഓൺലൈൻ മീറ്റപ്പ് ഓർഗനൈസർ മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ മാത്രമാണ്. IRL മീറ്റപ്പും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ IRL നിങ്ങളൊരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതും നിലവിൽ ചെയ്യാൻ പറ്റുന്നതല്ല. ഇതും നോർമലായിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ശ്രമിച്ചാൽ പറ്റും, പറ്റായികയൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ പറ്റണമെന്നില്ല. ഈ 2 ടാസ്കുകൾ മാത്രമാണ് എല്ലാവർക്കും പറ്റാത്തതായിട്ട് ഉണ്ടാവുക. ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും. IRL അത്യാവശ്യം നല്ല ആർക്കും പറ്റാൻ ചാൻസ് ഇല്ല. അപ്പോൾ ബാക്കി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും, റോൾ നമുക്ക് ക്ലെയിം ചെയ്യാം. അത്രയാണ് ഈ ഒരു ടാസ്കിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. പറ്റുന്നതല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല എന്ന് വെച്ചുകൊണ്ട് എല്ലാം കൂടി സ്കിപ്പ് ചെയ്യരുത്. എനിക്കിപ്പോൾ ഇത് മാത്രമാണ് നിലവിൽ പറ്റിയത്. ഇനി മീമിൻ്റെ വേണമെങ്കിൽ ഒരു മീം ഉണ്ടാക്കിയതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം. ത്രെഡ് എഴുതിയതിന് ശേഷം ത്രെഡ് സബ്മിറ്റ് ചെയ്യാം. വീഡിയോ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ പറ്റില്ല, കാരണം ഞാനിതിൽ വേറെ പ്രോജക്റ്റുകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പറ്റില്ല. നിങ്ങൾ ഇതിനു വേണ്ടി എക്സ്ക്ലൂസീവായിട്ടൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റും. ഓക്കെ, വീഡിയോയോ ത്രെഡോ എന്തായാലും മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്ലോഗ്, വീഡിയോ, ട്യൂട്ടോറിയൽ, സ്ലൈഡ്, ഡെമോ എന്ത് വേണമെങ്കിലും പറ്റും. പോഡ്കാസ്റ്റോ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, കൊടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. വീഡിയോ തന്നെ വേണമെന്നില്ല, ഒരു ബ്ലോഗ് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബൗണ്ടി ചെയ്തു, ക്രിയേറ്റർ പ്രോഗ്രാം ചെയ്തു. ഇനി ഡെവലപ്പർ പ്രോഗ്രാമാണ്. ഈ ഒരു പേജ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമുക്ക് ആകെ ചെയ്യാനുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു അസാമയുടെ റെപ്പോസിറ്ററി സ്റ്റാർ ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ആ റെപ്പോസിറ്ററിയിലേക്ക് പോവുക. അതിന് നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ ജസ്റ്റ് ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആ റെപ്പോസിറ്ററിക്ക്. ഓക്കെ, ഇവിടെ സ്റ്റാർ കൊടുക്കുക. അതിനുശേഷം ബാക്ക് വരിക. അപ്പോൾ റിഫ്രഷ് ആവും. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. റിഫ്രഷ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള 2 ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ ഗിറ്റ്ഹബ് അക്കൗണ്ട് നിങ്ങൾക്ക് 6 മാസം പഴയതാവണം. നിങ്ങളുടെ കയ്യിൽ 6 മാസത്തിൽ അധികം പ്രായമുള്ള അല്ലെങ്കിൽ പഴക്കമുള്ള ഒരു ഗിറ്റ്ഹബ് അക്കൗണ്ട് ഉണ്ടാവണം. പുതുതായിട്ട് ഗിറ്റബ് എടുത്തവരാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 10 കമ്മിറ്റ്സ് ജൂലൈ 1, 2025 മുൻപ് വേണം. ഓക്കെ, ബേസിക്കലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഡെവലപ്പറാണ്. അതുപോലെ തന്നെ ഞാൻ എത്തിക്കൽ ഹാക്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഗിറ്റബ് ഒക്കെ അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് കംപ്ലീറ്റ് ആയത്. 10 കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ 1 മുമ്പ് കംപ്ലീറ്റ് ചെയ്തതും വേണം. ഓക്കെ, ഇത് ജൂലൈ മാസമാണല്ലോ. ഇതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്തിട്ട് കാര്യമില്ല. ജൂലൈ 1 മുൻപ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഗിറ്റബ് ആക്റ്റീവ് ആയിട്ടുള്ളവരാണെങ്കിൽ ഇത് ഈസിലി കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും.
ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ റോൾ കിട്ടും. ഓക്കെ, ഇത് ക്ലെയിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ പോലെ തന്നെ ഡിസ്കോഡിലേക്ക് പോവുക, ഞാൻ ഒന്നും കൂടെ ഇവിടെ വെരിഫൈ യുവർ റോൾസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി റിഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എനിക്ക് ഡെവലപ്പർ റോളും കിട്ടിയതായിട്ട് കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 റോളുകൾ, ക്രിയേറ്റർ പ്രോഗ്രാം ആയിട്ടുണ്ട്, ഗിൽഡ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ജമ ഡെവലപ്പറും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഇനി മീമിൽ ഞാൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മീമിൻ്റെതും ക്രിയേറ്ററിൻ്റെ റോളുകളൊക്കെ കിട്ടും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റോൾസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തൊരു ടാസ്ക്കാണ്. രണ്ടാമതായിട്ട് ഈ ഡോക്യുമെൻറ്റേഷൻ വായിക്കുക കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് സൈറ്റിലേക്ക് പോവുക, ബാക്ക് വരിക, നേരത്തെ കാണിച്ച പോലെ തന്നെ. അടുത്തായിട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു ടാസ്ക് ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതും ഡോക്ക് തന്നെയാണ്, വിസിറ്റ് കൊടുക്കുക, നേരത്തെ പോലെ തന്നെ ക്ലോസ് ചെയ്യുക. ഓക്കെ, 2 ഡോക്കുകൾ മാത്രമാണ്. ഇത് റിഫ്രഷ് ചെയ്തതിന് ശേഷം ഈ 2 ടാസ്കുകളും കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടാസ്കിലേക്ക് കിടക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡ് ചെയ്യാനുള്ള ഒരു ടാസ്കും കൂടെ ഉണ്ട്. അതും ജസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാം ഡോക്കുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആക്കുക, ക്ലോസ് ചെയ്യുക, അത്ര മാത്രം ചെയ്താൽ മതി. റിഫ്രഷ് ആവുന്ന സമയത്ത് ഇതെല്ലാം കംപ്ലീറ്റ് ആയിക്കോളും. ഓക്കെ, ഇത് കാണാൻ പറ്റിയ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ആയി. എനിക്കിതാ ഈ ഒരു ടാസ്ക് ബിൽഡർ എന്ന് പറയുന്ന ടാസ്ക് അൺലോക്ക് ആയി. ഓക്കെ, ഡിപ്ലോയ് ജമ പബ്ലിക് ടെസ്റ്റ് നെറ്റ് ഓൺ സഫോലിയാണ്. അപ്പം നിലവിൽ നമുക്ക് സഫോലിയ ടെസ്റ്റ് നെറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം അത് പോസാക്കി വെച്ചിരിക്കുകയാണ് ആക്സസ്. നമുക്ക് എല്ലാവർക്കും ആക്സസ് കിട്ടുകയാണെങ്കിൽ അത് റീഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ കോൺട്രാക്ട് അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ അത് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അടുത്ത ടാസ്കുകളിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല. കാരണം എന്താ, ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അടുത്ത ടാസ്കുകൾ അൺലോക്ക് ആവുക. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. ഈ ഒരു ടാസ്ക് വന്നതിന് ശേഷം കൃത്യമായിട്ട് ഇനി വേണമെങ്കിൽ അതൊരു വീഡിയോ അപ്ഡേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം, കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ട്, കാണിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇത് ഉൾക്കൊള്ളിക്കാം, ഇത് കഴിഞ്ഞിട്ടുള്ള ടാസ്കുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടാസ്കും ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട് നിലവിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ജമ ആഡ് ചെയ്യാനുള്ള ഗിൽഡിലെ ടാസ്കുകളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സഫോലിയ ടെസ്റ്റിങ്ങിൽ ജോയിൻ ചെയ്യാനുണ്ട്. അത് നിലവിൽ പോസ്റ്റഡാണ്. പോസ്റ്റ് റിസീവ് ആവുന്ന സമയത്ത് നമുക്ക് ജോയിൻ ചെയ്യാം. ടെലഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഒരു വീഡിയോയും ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ബാക്കി ഈ ഒരു കോസ്റ്റിൽ നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകളും കൂടെ ഞാൻ എന്ത് ചെയ്യാം, ആ വീഡിയോയിൽ കാണിക്കാം. എന്തായാലും ഇപ്പം നിലവിൽ ചെയ്യാൻ പറ്റില്ല. ഇത്രയും ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്ന അത്രയും നിലവിൽ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇത്രയുമാണ് ജമ AI ടെസ്റ്റ് നെറ്റിൽ നമുക്ക് നിലവിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി 2 ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത പ്രൊജക്റ്റുകൾ തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിലിൽ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. അടുത്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ OpenSea ആണ്. OpenSea എന്ന് പറഞ്ഞാൽ NFT മാർക്കറ്റ് പ്ലേസ് ആണ്. നമുക്ക് NFTസും അതുപോലെ തന്നെ പെർപ്സും എല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് OpenSea എന്ന് പറഞ്ഞാൽ. അപ്പോൾ OpenSea Voyager എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നിലവിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം വന്ന അന്ന് തന്നെ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവരും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ടാസ്കുകൾ വരും. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, XP ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഓരോ NFTസും മിൻറ്റ് ചെയ്യാൻ വേണ്ടത് $5 ആണ് മിനിമം. എല്ലാ ടാസ്കുകളും മിനിമം $5 ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഓരോ NFTസും ബൈ ആൻ NFT ഫ്രം എ വെരിഫൈഡ് കളക്ഷൻ ഓൺ എനി ചെയിൻ എന്നുള്ള ടാസ്ക്കാണ്. വ്യൂ കളക്ഷനിലേക്ക് പോവുക, അവിടുന്ന് NFT മേടിക്കുക, ആ ഒരു 50 XP ക്ലെയിം ചെയ്യുക, NFT സെല്ല് ചെയ്യുക. അപ്പോൾ $5 നിങ്ങൾക്ക് തിരിച്ചും കിട്ടും. ഓക്കെ, എമൗണ്ട് ചിലവൊന്നുമില്ല. ഫീസ് ഉണ്ടെങ്കിൽ ഫീസ് പോകും, അത്രേ ഉള്ളൂ. നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുക, വ്യൂ കളക്ഷൻസിലേക്ക് പോവുക. ഞാൻ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ പുതിയ ടാസ്കുകൾ വരുംതോറും ചെയ്ത് പോവുക. ഓക്കെ, ഞാനിവിടെ ഈ DX ടെർമിനലിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഓരോ NFTസിൻ്റെ പ്രൈസ് കാണാം. 0.004 ഇതേറിയാണ് ഇതിൻ്റെ പ്രൈസ്. ഞാൻ ഈ ഒരു NFT വാങ്ങിയതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാം, അപ്പം തന്നെ വേണമെങ്കിൽ അത് തിരിച്ച് സെല്ല് ചെയ്തുകൊണ്ട് ആ ഒരു പ്രൈസ് എന്ത് ചെയ്യാം, എൻ്റെ വാലറ്റിലേക്ക് തിരിച്ചെടുക്കാം. ഞാനിവിടെ മുടക്കിയ പൈസ അപ്പോൾ തന്നെ എനിക്ക് തിരിച്ച് കിട്ടും. ആ ഒരു NFT ബൈ ചെയ്യാവുന്ന ടാസ്ക് അവിടെ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, സെല്ല് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ ഒരു സെല്ല് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഇടുക. നമ്മുടെ കയ്യിലുള്ള NFT ഇവിടെ കാണിക്കും, അത് സെല്ല് ചെയ്യുക. അത്രേ ഉള്ളൂ. ഒരുപാട് കാലം വെയിറ്റ് ചെയ്യരുത്. ചിലപ്പോൾ ആ ഒരു പ്രൈസ് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ വാങ്ങിയ NFTൻ്റെ. ചിലപ്പോൾ കൂടുകയും ചെയ്യാം. അതെല്ലാം മാർക്കറ്റ് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ NFT ബൈ ചെയ്തതിന് ശേഷം റിവാർഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ടാസ്കിലേക്ക് വരിക. ഇവിടെ നമുക്ക് ഈ ഒരു XP ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലെയിം ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അടുത്ത ടാസ്ക് വരുമ്പോൾ അതും കംപ്ലീറ്റ് ചെയ്ത് പോവുക. ഓരോന്നും ലിമിറ്റഡ് ടൈം മാത്രമാണ്. ഇത് കാണാൻ പറ്റും. നമ്മൾ കംപ്ലീറ്റ് ടോക്കൺ സ്വാപ്പ് ഓൺ സൊലാന മിനിമം $10 മിനിമം നമ്മൾ സൊലാനയിൽ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, അതിനെല്ലാം ഇവിടെ നമുക്ക് ഓപ്ഷൻ കാണാം, വ്യൂ ടോക്കൺസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് സൊലാന സ്വാപ്പ് ചെയ്തുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു കോയിൻ ആക്കാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സൊലാന സ്വാപ്പ് ചെയ്തുകൊണ്ട് ടെതർ ആക്കാം, USDC ആക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ടെതർ തിരിച്ച് സ്വാപ്പ് ചെയ്തുകൊണ്ട് സൊലാന ആക്കിയാൽ മതി. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു സൊലാന സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കണക്ട് വാലറ്റ് ഉണ്ട്. സൊലാന വാലറ്റ് കണക്ട് ചെയ്യുന്നത് ഫാൻഡോ അല്ലെങ്കിൽ EVM വാലറ്റോ ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ OKX തന്നെ ചെയ്യാണ്. ഞാനിവിടെ OKX ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണക്ട് ചെയ്തു, എഗ്രി ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ആ ഒരു വാലറ്റ് ഇവിടെ കണക്റ്റ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സൊലാന ടു സൊലാന മാറ്റിയതിനു ശേഷം സൊലാന മാറ്റി ഇവിടെ USDC ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ USDT ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ എത്ര സൊലാന ഉണ്ടോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. മിനിമം $10 എന്ന കാര്യം മറക്കരുത്. നമുക്ക് മിനിമം $10 ഒരു സ്വാപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ XP ക്ലെയിം ചെയ്യുക. വീണ്ടും തിരിച്ച് USDT നിന്ന് സൊലാനയ്ക്ക് തന്നെ ആക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ USDT തന്നെ കീപ്പ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഈ ഒരു സ്വാപ്പ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ വീണ്ടും റിവാർഡ്സ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്വാപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ആയിട്ടുണ്ടാവും. ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും. അങ്ങനെ ഓരോ ടാസ്കുകൾ വന്നുകൊണ്ടേയിരിക്കും. വരുന്നതിനനുസരിച്ച് ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത് വായിച്ചു നോക്കുക. ഇവിടെ NFT ബൈ ചെയ്യാനാണുള്ളത്. ഏതെങ്കിലും ചെയിനിൽ ബൈ ചെയ്താൽ മതി. 5 USD മിനിമം. 5 USDൻ്റെ ഒരു NFT ആണ് നിങ്ങൾ മിനിമം ബൈ ചെയ്യേണ്ടത്. 5 USDക്ക് താഴെയുള്ള NFT ബൈ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കാം. എമൗണ്ട് ചിലവുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾക്ക് മുടക്കുന്ന എമൗണ്ട് അപ്പം തന്നെ ഈ ഒരു XP കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ച് സെല് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, എയർ ഡ്രോപ്പ് ഫാർമർ ആണ് എന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നെലിജിബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് എയർ ഡ്രോപ്പ് ഫാർമർ? ഇപ്പോൾ ഇതേപോലെ തന്നെ NFT ബൈ ചെയ്തു, കൃത്യമായിട്ട് ടാസ്കുകൾ വരുമ്പോൾ ആ ടാസ്കുകൾ മാത്രം നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ ഈസിലി ഡിറ്റക്ട് ചെയ്യും. ഇന്നെലിജിബിൾ ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടത് ഒറിജിനൽ ഓർഗാനിക് യൂസേഴ്സിനെയാണ്, അല്ലാതെ എയർ ഡ്രോപ്പ് ഫാർമേഴ്സ് അല്ല. എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്യുന്നവരെ ഒരു പ്ലാറ്റ്ഫോമിന് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ NFT ബൈ ചെയ്യുക, സ്വാപ്പുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അപ്പം തന്നെ തിരിച്ച് സ്വാപ്പ് ചെയ്യുക, അപ്പം തന്നെ തിരിച്ച് സെല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ട്. നിങ്ങൾ ഇന്നെലിജിബിൾ ആവാനുള്ള ഇപ്പോൾ ഒരു NFT ബൈ ചെയ്യുകയാണെങ്കിൽ ഒരു തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടൊക്കെ സെല് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ സ്വാപ്പ് ചെയ്തൊരു ടോക്കൺ, ഇപ്പോൾ മിനിമം സ്വാപ്പ് $5 പറഞ്ഞു, അപ്പോൾ നിങ്ങൾ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ തിരിച്ച് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി അപ്പം തന്നെ തിരിച്ച് നിങ്ങളുടെ ഒറിജിനൽ കറൻസിയിലേക്ക് തിരിച്ച് സ്വാപ്പ് ചെയ്തിരിക്കുക. ഒരു ഓർഗാനിക് യൂസർ എങ്ങനെയാണോ ഈ ഒരു OpenSea എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക, അങ്ങനെ യൂസ് ചെയ്യുക. അല്ലാതെ എയർ ഡ്രോപ്പ് എന്ന എയിം വെച്ചുകൊണ്ട് നിങ്ങൾ ഫാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. എയർ ഡ്രോപ്പ് ഫാമിങ്ങിന് വേണ്ടി മാത്രം ചെയ്യാതിരിക്കുക. നിങ്ങൾ പറയുന്ന ടാസ്കുകൾ ഉറപ്പായിട്ടും ചെയ്യണം. ഓക്കെ, ഈ ഒരു ടാസ്ക് വരുന്ന സമയത്ത് ചെയ്യുക. പക്ഷേ ആ തിരിച്ച് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഒരു ടോക്കൺ സ്വാപ്പ് സൊലാനയിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് മിനിമം $10. അപ്പോൾ $10 സൊലാന ടോക്കൺ ഞാൻ ഇവിടെ സ്വാപ്പ് ചെയ്തു മാറ്റി. അപ്പോൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യരുത്, തിരിച്ച് സൊലാനാക്കി മാറ്റരുത്. അല്ലെങ്കിൽ ഏത് ടോക്കണാണുള്ളത് അതിലേക്ക് തിരിച്ച് മാറ്റരുത്. അപ്പോൾ നമ്മൾ എയർ ഡ്രോപ്പ് ഫാർമർ ആണ് എന്ന് പ്ലാറ്റ്ഫോം ഡിറ്റക്ട് ഈസിലി ചെയ്യും. നമുക്ക് എന്ത് ചെയ്യും, അപ്പോൾ തന്നെ നമ്മളെ ഈ ഒരു എലിജിബിലിറ്റി പോകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക് OpenSea ചെയ്യാനുള്ളൂ. ഈ ഒരു വോയേജർ പ്രോഗ്രാമിൽ ഈസിലി വരുന്ന ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോവുക. ഇതുപോലെ ഓരോ ടാസ്കുകൾ വന്നുകൊണ്ടേയിരിക്കും, അത് കംപ്ലീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, ഇതൊന്നും അവോയ്ഡ് ചെയ്യാതിരിക്കുക കേട്ടോ. നല്ല ഫണ്ടിങ് ഉള്ള നല്ല യൂസ് കേസുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതൊന്നും മിസ്സാക്കാതിരിക്കുക. NFT ബൂമാവുന്ന സമയത്ത് നമുക്ക് നല്ല രീതിക്ക് NFT വാങ്ങിക്കഴിഞ്ഞാൽ അതിന് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ അറിയുന്നവർ മാത്രം ചെയ്യാം കേട്ടോ. NFT പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ടാസ്കുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാലും ഒരു ബോട്ടാണ് അല്ലെങ്കിൽ ഒരു എയർ ഡ്രോപ്പ് ഫാമർ ആണ് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ വേണം ടാസ്കുകൾ ചെയ്യാൻ. അത് എടുത്തു പറയുന്നു. എയർ ഡ്രോപ്പ് ഫാമിങ്ങിന് മാത്രമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇന്നെലിജിബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് നമുക്ക് OpenSea പറയാനുള്ളത്. ഇനി ഞാൻ റീസെൻ്റ് ആയിട്ട് ഷെയർ ചെയ്ത ഒരു എയർ ഡ്രോപ്പും കൂടി പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു കാര്യം മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ലൈക്കും ചെയ്യുക കേട്ടോ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DeFi പ്രോട്ടോക്കോളാണ്. ആക്സിയം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്സിയമിൻ്റെ ഞാൻ റീസെൻ്റ്ലി 2 ദിവസം മുമ്പ് ടെലഗ്രാമിൽ ഷെയർ ചെയ്തതാണ്. നമുക്കിവിടെ മീംസ് ട്രേഡ് ചെയ്യാം, പെർപ്സ് ട്രേഡ് ചെയ്യാം, എല്ലാം തന്നെ ചെയ്യാൻ പറ്റും. ഒരു ട്രേഡിംഗ് എക്സ്ചേഞ്ച്, ഒരു DeFi അല്ലെങ്കിൽ ഒരു ഡെക്സ്, ഹൈപ്പർ ലിക്വിഡ് പോലുള്ളൊരു ഡെക്സ് നമുക്ക് പറയാം. ഹൈപ്പർ ലിക്വിഡിനെ പോലെ തന്നെ അത്യാവശ്യം നല്ല റവന്യൂ ഉള്ള, ഓൾറെഡി $500 മില്യൺ നമുക്ക് ഇവർക്ക് റവന്യൂ ജനറേറ്റ് ആയിട്ടുണ്ട്. ഫണ്ടിങ് നോക്കുകയാണെങ്കിൽ 500K മാത്രമാണ് നിലവിലുള്ളത്. പക്ഷേ നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് ആക്സിയോം എന്ന് പറയുന്നത് നിലവിൽ. ഓക്കെ, ഹൈപ്പർ ലിക്വിഡിനോട് ക്ലോസ് ആണ്. ഹൈപ്പർ ലിക്വിഡിൻ്റെ എയർ ഡ്രോപ്പ് അറിയാലോ. അത്യാവശ്യം എനിക്ക് കിട്ടിയതിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എയർ ഡ്രോപ്പാണ് ഹൈപ്പർ ലിക്വിഡിൻ്റെ എയർ ഡ്രോപ്പ്. കാരണം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിക്വിഡ് ആണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡെക്സ്. ഞാൻ എയർ ഡ്രോപ്പിന് വേണ്ടി ചെയ്തതല്ല, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്ത ഡെക്സ് ഹൈപ്പർ ലിക്വിഡ് ആയിരുന്നു. കഴിഞ്ഞൊരു ഡിസംബർ മാസം വരെ ഞാൻ ഹൈപ്പർ ലിക്വിഡിൻ്റെ എയർ ഡ്രോപ്പ് വരുന്നത് വരെ ഹൈപ്പർ ലിക്വിഡ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് കംപ്ലീറ്റ്ലി ഞാൻ ബിങ്ങെക്സിലേക്ക് മാറിയത്. കാരണം ഹൈപ്പർ ലിക്വിഡ് ഒരു ദിവസം സ്വന്തം യൂസേഴ്സിൻ്റെ എമൗണ്ട് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യാനൊക്കെ നോക്കി, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാനത് എടുത്ത് മാറിയത്. ഓക്കെ, അപ്പോൾ ഹൈപ്പർ ലിക്വിഡ് പോലെ തന്നെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആക്സിയോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എയർ ഡ്രോപ്പാണ് ഹൈപ്പർ ലിക്വിഡ് തന്നത്. അതെന്നെ എക്സ്പെക്ട് ചെയ്യരുത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ അതേ സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ അതിനോട് ക്ലോസ് ആയിട്ട് തന്നെയുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് പേജിലേക്ക് വരിക, ലോഗിൻ കൊടുക്കുക, നിങ്ങളുടെ വാലറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാൻഡം വെച്ച് ചെയ്യാം, മെയിൽ ID വെച്ച് ചെയ്യാം, ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് പെർപെൻച്വൽ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മീംസ് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ട്രെൻഡിങ് ആയിട്ടുള്ള മീമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ട്രേഡ് ചെയ്യാം. അത് റിസ്ക് ഫാക്ടർ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മീം കോയിൻസ് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം നമുക്ക് ഒരിക്കലും ഇന്ന കോയിൻ ഇത്ര പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കോയിൻസ് ഉണ്ടാവും, റെക് പുൾ ചെയ്യപ്പെടുന്ന കോയിൻസ് ഉണ്ടാവും. മീം കോയിൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, നല്ല കോയിൻസ് എങ്ങനെ സേഫായിട്ട് ട്രേഡ് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു ചാനൽ ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും 20% ഒക്കെ കൂടുന്ന കോയിൻസ് ഒക്കെ ഉണ്ടെന്നും കണ്ട് എനിക്ക് ചാടി വീഴാതിരിക്കുക എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് റിസർച്ച് ചെയ്യുക. ഡെക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ചെയ്യുന്ന ട്രേഡുകളെല്ലാം നമുക്ക് എയർ ഡ്രോപ്പിൻ്റെ പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്ത് തരും. അതിലൂടെ നമുക്ക് റിവാർഡ്സ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ മെയിനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് പെർപെൻച്വൽ, അതായത് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാനാണ്. ഈസിലി പറയുകയാണെങ്കിൽ
ബിറ്റ് കോയിൻ ആണ് ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുക. നമുക്ക് ബിറ്റ് കോയിൻ അല്ലാതെ ഒരുപാട് കോയിൻസ് നിലവിൽ അവൈലബിൾ ആണ്. ഹൈപ്പ് ഉണ്ട്, ഇതേറിയം ഉണ്ട്, ട്രംപ് ഉണ്ട്, സൊലാന ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്കുള്ള പെർപ്സ്, അതായത് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. എയർ ഡ്രോപ്പ് തീരുന്ന വരെയെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് നല്ല പോയിൻറ്റ്സ്, നല്ല ട്രേഡിംഗ് വോളിയം, വലിയ എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ട്രേഡിംഗ് വോളിയം ഉണ്ടാവും. ട്രേഡിംഗ് വോളിയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. ലോങ്ങും ഷോർട്ടും ചെയ്യാൻ പറ്റും. ലെവറേജ് നമുക്ക് 40x വരെ അവൈലബിൾ ആണ്. 40x എന്ന് പറഞ്ഞാൽ ഹൈ ലെവറേജ് തന്നെയാണ്, പക്ഷേ മാർജിൻ ഒരു 2 to 3% ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 40x ഇടാം, പ്രശ്നമില്ല. മാർജിൻ എമൗണ്ട് എപ്പോഴും ലെവറേജ് കൂടുന്തോറും കുറയ്ക്കണം. നിങ്ങളുടെ പോർട്ട്ഫോളിയോൻ്റെ 1 to 2% ഒക്കെ 40% ലെവറേജ് ഇടുകയാണെങ്കിൽ എടുക്കാൻ പാടുള്ളൂ. ലോങ്ങും ഷോർട്ടും ചെയ്യാം. ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ എല്ലാം ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ട്രേഡിംഗ് സീരീസ് കണ്ട ഒരാൾക്ക് ഇതെല്ലാം അറിയാൻ പറ്റും. അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ട്രേഡ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യാതിരിക്കുക. ലോസ് ഉണ്ടാവും, നിങ്ങളുടെ എമൗണ്ട് വെറുതെ പോകും. എയർ ഡ്രോപ്പ് വലുതായിട്ട് കിട്ടുകയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടുന്ന് പെർപ്പഞ്ചൽ ട്രേഡുകൾ ട്രേഡിംഗ് വോളിയത്തിൽ നിന്ന് പോയിൻറ്റ്സ് കിട്ടും. മീംസ് ട്രേഡ് ചെയ്യുന്ന ഓരോ ട്രേഡിംഗ് വോളിയത്തിനുമാണ് നമുക്ക് പോയിൻറ്റ്സ് കിട്ടുക. സൊലാന വെച്ചും ഇതേറിയം വെച്ചും ഒക്കെ നമുക്ക് ട്രേഡുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ പെപ്സാണ്, നിങ്ങളിപ്പോൾ ഈ ഒരു പെർപ്പഞ്ചലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് മോർ ഫണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സൊലാന ടു USDC ആണ് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സൊലാന അഡ്രസ്സിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്തുകൊണ്ട് USDC ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ലോങ്ങും ഷോർട്ടും കൊടുക്കുക. കാരണം ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് അറിയുന്നതാണ്. അതുകൊണ്ടാണ് വീണ്ടും എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണിക്കാത്തത്. ബിഗിനേഴ്സ് അല്ല ട്രേഡിംഗ് ഉറപ്പായിട്ടും ചെയ്യുന്നത്. ട്രേഡ് ചെയ്യുന്നവർക്ക് എങ്ങനെ ഒരു USDC ആക്കണം, സൊലാന എങ്ങനെ USDC ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സിംപ്ലി അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും കാണിക്കാത്തത്. ഇനി നമ്മുടെ പോയിൻറ്റ്സ് അവിടെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ്സ് എന്ന് പറയുന്ന ടാബിലേക്ക് വന്ന് നമ്മുടെ പോയിൻറ്റ് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ റിവാർഡ്സ് ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിലവിലുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ലീഡർ ബോർഡ് ചെക്ക് ചെയ്യാം. അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്ക് പോർട്ട്ഫോളിയോ ട്രാക്കിംഗ് ചെയ്യാൻ പറ്റും. ഇവിടെ ട്രേഡുകളുടെ റിസൾട്ട്സും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് റിയലൈസ്ഡ് എത്ര P&L ഉണ്ട്, എത്ര ലോസ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. റിവാർഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കാം. പോയിൻറ്റ്സിനനുസരിച്ചാണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുക. ആ ഒരു കാര്യം മറക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതാണ് നമ്മൾ നോക്കുക ഏറ്റവും ഇമ്പോർട്ടൻസ്. ഈ പ്രൊഡക്റ്റ് എത്രത്തോളം വർക്കിംഗ് ആണ്, അതിനോടൊപ്പം തന്നെ ഇവർക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്, ഇവർക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ നിന്നാണ് എയർ ഡ്രോപ്പും കാര്യങ്ങളെല്ലാം വരിക. ഫണ്ടിങ് ഇപ്പം നിലവിൽ കുറവാണ്. ഇനി ഫണ്ടിങ് ഉറപ്പായിട്ട് റേസ് ചെയ്യപ്പെടും. നല്ല പ്രൊഡക്റ്റ് ആണല്ലോ. അതുപോലെ തന്നെ നല്ല വാല്യുവേഷൻ ലിസ്റ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് ആക്സിയോം. കാരണം നല്ല റവന്യൂ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നല്ല FDVയിൽ ലോഞ്ച് ആവുകയാണെങ്കിൽ നല്ല എയർ ഡ്രോപ്പ് കിട്ടും. അപ്പോൾ ഇതൊന്നും മിസ്സാക്കാതിരിക്കുക. ട്രേഡിംഗ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളൊന്നും കയറാതിരിക്കുക. ഒഫീഷ്യലായുള്ള ലിങ്ക്സ് മാത്രം യൂസ് ചെയ്യുക. ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. അതിൽ പോയിട്ട് ഫണ്ടൊന്നും ഡെപ്പോസിറ്റ് ചെയ്ത് കളയാതിരിക്കുക. ഒഫീഷ്യലായുള്ള ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആക്സിയോമിൻ്റെ ഒഫീഷ്യൽ വെബിൽ പോയി കഴിഞ്ഞാൽ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടും. അങ്ങനെ മാത്രം വരിക. സെർച്ച് ചെയ്ത് വരുന്ന അത്രത്തോളം സെക്യൂർ ആവണം എന്നില്ല. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ടുള്ള URL കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ലേ, ഡൊമൈൻ ഇത് തന്നെ അല്ലേ എന്നൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. 3 എയർ ഡ്രോപ്പുകളെ പറ്റി പറഞ്ഞു. 3ലും ഫണ്ട് ചിലവുണ്ട് എന്ന് തോന്നിയേക്കാം, പക്ഷേ ഫണ്ട് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റും. ഇത് ഉറപ്പായിട്ടും മാക്സിമം ഉറപ്പായിട്ട് ഫണ്ടുള്ളവർക്ക് തന്നെയാണ് ചെയ്യാൻ പറ്റുക. കാരണം നല്ല ട്രേഡിംഗ് ചെയ്യാൻ അറിയുന്നവർക്കും ഫണ്ട് ഉള്ളവർക്കുമാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവുക. നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതുകൊണ്ടാണ് മിസ്സാക്കരുതെന്ന് പറയുന്നത്. മാക്സിമം ഫണ്ടില്ലാത്തവരും ട്രേഡ് ചെയ്യാൻ അറിയാത്തവരും ഒഴിവാക്കുക. ബാക്കിയുള്ള 2 സമയം അതുപോലെ തന്നെ ഓപ്പൺ സീയും എല്ലാവരും ചെയ്യുക. ഓപ്പൺ സീയിൽ ഒരു $10 നിങ്ങളുടെ കയ്യിലുണ്ട്, 800 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് റോൾ ചെയ്തുകൊണ്ട് എല്ലാ ടാസ്കുകളും ചെയ്യാൻ പറ്റും. സ്വാപ്പുകൾ ചെയ്യാൻ പറ്റും, NFT വാങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ NFT വാങ്ങി അപ്പം തന്നെ വിറ്റ് എയർ ഡ്രോപ്പ് ഫാമിംഗ് ആണെന്ന് കറക്റ്റായിട്ട് മാറ്റി ആ ഒരു പാറ്റേൺ ബിൽഡ് ചെയ്യാതിരിക്കുക. കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ടൊക്കെ സെല്ല് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഒരു $10 800 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈസിലി നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഓപ്പൺ സീ വോയേജർ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് പോയിൻറ്റ്സ് ഫാം ചെയ്ത് XP മാക്സിമം എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സമയിലും ടെസ്റ്റ്നെറ്റ് പോസാണ് ഇപ്പോൾ റെസ്യൂം ആവുന്ന സമയത്ത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ചെയ്യാം. ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ മാത്രമാണ് ഒരുപാട് ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അത്യാവശ്യം ലോങ് ആയി പോയിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഓരോന്നിനും ഓരോ വീഡിയോസ് ചെയ്യാനുള്ള സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് 3 വീഡിയോ ആക്കിയത്. ആർക്കും അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത്രയും ലോങ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക. എങ്കിലാണ് അടുത്ത വീഡിയോയിൽ എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് കമൻസ്, ലൈക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ. ഓക്കെ, അപ്പോൾ അത്രയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്, ലൈക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാം. ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് നോക്കുക. കാരണം എല്ലാ അപ്ഡേറ്റ്സും അവിടെ ആയിരിക്കും വരിക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.